നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ, നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം കുറച്ച് വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയൊക്കെ അങ്ങോട്ട് പോയി. പക്ഷെ ഇപ്പോഴും അവിടെ റഷ്യ അങ്ങോട്ടും യുക്രൈൻ ഇങ്ങോട്ടും ഉള്ള ഒരു ആക്രമണം അതവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായിട്ട് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നിരുന്നു. അതായത് യുക്രൈനിലോട്ട് ആക്രമണം ശക്തമാക്കാൻ പോവുകയാണ്. അവിടെയുള്ള വിദേശ പൗരന്മാരൊക്കെ ഉണ്ടെങ്കിൽ വളരെ വേഗം തന്നെ രാജ്യം വിടുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നിരുന്നു. അതായത് ഈ പലതരത്തിലുള്ള ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളൊക്കെ തന്നെ ആക്രമിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടും ജനങ്ങളും അത്ര ശ്രദ്ധ അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നില്ല. പക്ഷേ രണ്ടിടത്തും നഷ്ടങ്ങളും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെടുന്നതൊക്കെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്താണ് സാർ ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ അവിടുത്തെ ഒരു സ്ഥിതി നമുക്ക് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എന്താണ്? കൃഷ്ണന്തു ശരിയായ വിധം പറഞ്ഞതുപോലെ തന്നെ മഹായുദ്ധങ്ങളായിട്ട് പരിണമിക്കുമെന്ന് നമ്മൾ ഭയന്നിരുന്ന രണ്ട് യുദ്ധങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അതിലിപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ സമയം 4 മാസവും അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമയം ഏതാണ്ട് 4 വർഷവും കടന്നിരിക്കുന്നു. ആ തരത്തിലാണ് മഹായുദ്ധമായിട്ട് പരിണമിച്ചിട്ടില്ലെങ്കിലും ഈ രണ്ട് യുദ്ധങ്ങളിൽ നിന്നും 2 വലിയ മഹാത്ഭുതങ്ങളുണ്ടായിരിക്കുന്നു. കാരണം ലോകശക്തിയായിട്ടുള്ള അമേരിക്കയെ ഹോർമൂസ് കടലിൽ തളച്ചിടാൻ ഇറാൻ സാധിച്ചിരിക്കുന്നു. മാസങ്ങളോളം ഊരാക്കുടുക്കിൽപ്പെടുത്താൻ എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരയാൽ മതിയെന്ന് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ പടക്കപ്പലുകളും നാവികരും സൈനികരും. മറുവശത്ത് റഷ്യൻ കരടിയെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് ഏതാണ്ട് ഉക്രൈൻ. അതായത് നാറ്റോയുടെ പരിമിതമായ സഹായമേ ഉള്ളൂ. അമേരിക്ക സഹായം കൊടുക്കുന്നത് പരിമിതമായി പോലുമില്ല. എല്ലാം നിർത്തിവെച്ചു. പിടിച്ച പ്രദേശങ്ങളെല്ലാം അങ്ങ് വിട്ടുകൊടുക്കാൻ പറഞ്ഞേച്ചു പോയി. എന്നിട്ടും ഉക്രൈൻ പിടിച്ചു നിർത്തുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവർ എന്തു ചെയ്തു എന്ന് വെച്ചാൽ റഷ്യയുടെ ഒരു എണ്ണ സംഭരണശാലയ്ക്ക് തീ പിടിപ്പിച്ചു. വളരെ ജാഗരൂകരായി നിൽക്കുന്ന റഷ്യയുടെ ഡിഫൻസ് സിസ്റ്റത്തെ മുഴുവൻ അങ്കലാപ്പിലാക്കിക്കൊണ്ട്, റഷ്യൻ രാഷ്ട്രീയ നേതൃത്വത്തെയും പട്ടാളക്കാരെയും അങ്കലാപ്പിലാക്കിക്കൊണ്ട് ആണിത് സംഭവിച്ചിരിക്കുന്നത്. അത് റഷ്യ ഒരു തരത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഞെട്ടലാണ് വാസ്തവത്തിൽ അമേരിക്ക പുറമേ കാണിച്ചിട്ടില്ലെങ്കിലും അമേരിക്കയ്ക്കും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ലോക ശക്തികൾക്ക് ഏകപക്ഷീയമായിട്ടുള്ള വിജയം കാണില്ല എന്നുള്ളൊരു പാഠമാണ് ഇത്രയും കാലത്തെ യുദ്ധം നമ്മളെ പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന നുള്ളും പിച്ചുമൊക്കെ അത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ ഒരു മിസൈൽ തകർത്തെറിഞ്ഞു ഇറാൻ. അതിന് പകരമായിട്ട് ഒരു നുള്ള് തിരിച്ച് അമേരിക്കയും കൊടുത്തു. അങ്ങോട്ട് ഒരു ഡ്രോൺ അയച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് പകരമായിട്ട് പ്രതികാരം തീർക്കാൻ കുവൈറ്റിലേക്ക് ഒരു ഡ്രോൺ ഇവരും അയച്ചു. ഇത്രയൊക്കെ ഉള്ളൂ. പിച്ചുന്നുള്ളൂ. നമ്മുടെ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം, നമ്മൾ സംസാരിക്കുന്ന ദിവസം, കൊച്ചു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചും തുള്ളും തള്ളും കൂടി ഇത്രയേ ഉള്ളൂ. അവിടെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറം അങ്ങോട്ട് പോയി ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അതാണ് ഈ യുദ്ധം നൽകിയ പുതിയ പാഠം. എന്നിരിക്കെ 2 മഹാത്ഭുതങ്ങളെന്ന് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ യുദ്ധമുറയെ തന്നെ, അതായത് വാർഫെയറിനെ തന്നെ ആകെ സമൂലം മാറ്റിയിരിക്കുന്നു. കാര്യം കൂടെ പറയാം, എൻ്റെ കാരണം കൂടെ പറയാം. അതായത് റഷ്യയുടെ സൈഡിൽ നിന്ന് ഇതുവരെയായിട്ട് ഏതാണ്ട് 50,000 സൈനികരാണ് മരിച്ചിരിക്കുന്നത്. യുക്രൈൻ്റെ പക്ഷത്ത് നിന്ന്, അതും ജനസംഖ്യ കുറവുള്ള രാജ്യം, ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെയൊക്കെ ജനസംഖ്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ അത്രയേ ഉള്ളൂ അവിടുത്തെ ജനസംഖ്യ. അതേതാണ്ട് 55,200 സൈനികരാണ് മരിച്ചത്. ഇത്രയൊന്നും ജനങ്ങളെ, അവരുടെ മരണത്തെ അഫോർഡ് ചെയ്യാനുള്ള കരുത്ത് ഈ 2 രാഷ്ട്രങ്ങൾക്കും ഇല്ല. റഷ്യ വലിയ രാജ്യമാണെങ്കിലും ജനസംഖ്യ വലിയ കുറവാണ്. ഉക്രൈൻ ചെറിയ രാജ്യങ്ങളാണ്, ജനസംഖ്യ വളരെ കുറവാണ്. ഇത്രയും പേരെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കുക ആ രാജ്യത്തിന്. മാനുഷിക വിഭവശേഷിയിൽ ആ ഒരു അങ്കലാപ്പ് 2 കൂട്ടർക്കും ഉണ്ട്. എന്നിരിക്കെ
റഷ്യ അധിനിവേശം നടത്തിയ 600 കിലോമീറ്റർ ടെറിട്ടറി യുക്രൈൻ തിരിച്ചു പിടിച്ചു. എങ്ങനെ തിരിച്ചു പിടിച്ചു? യുക്രൈൻ പട്ടാളക്കാരല്ല, ആർട്ടില്ലറിയല്ല, ടാങ്കുകളല്ല, മനുഷ്യരുമല്ല, കാലാൾപ്പടയുമല്ല. എങ്ങനെ? ഇത് വലിയൊരു അത്ഭുതമാണ്. പുതിയൊരു വാർ ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ആ ടെക്നോളജിക്കാണ് നമ്മൾ UGV എന്ന് പറയുന്നത്. അതായത് അൺഐഡൻറ്റിഫൈഡ് ഗ്രൗണ്ട് റോബോട്ട്. ഇതിനെ അങ്ങോട്ട് അയക്കുന്നത്. ഈ യുദ്ധത്തിൽ പങ്കുവഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാങ്കല്ല, ആർട്ടില്ലറി അല്ല, കാലാൾപ്പടയല്ല, മറിച്ച് യന്ത്രങ്ങളാണ്. മനുഷ്യനേ ഇല്ല, യന്ത്രങ്ങൾ മാത്രം. അതായത് റോബോട്ടുകൾ, ഡ്രോണുകൾ, അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ. ഈ 3 സാധനങ്ങൾ മതി. ശത്രുവിൻ്റെ ടെറിട്ടറിയിൽ പോയിരിക്കാം, പതുങ്ങിയിരിക്കാം, ദിവസങ്ങളോളം ഇരിക്കാം. ശത്രു വന്നു എന്ന് കഴിയുമ്പോൾ അവിടെ യുക്രൈനിൽ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ അവർ വിരലമർത്തും, ശത്രുവിനെ കൊല്ലും. അതുകൊണ്ട് റഷ്യക്കാരിപ്പോൾ ഇതിനെ വലിയ ഭയമാണ്. റഷ്യൻ പട്ടാളക്കാർക്ക് സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുന്നത്. അതുവരെ ഒന്നും അറിയത്തില്ല. അവർ കാമോഫ്ലാഷ് ചെയ്ത് ഒളിച്ചിരിക്കും. പട്ടാളക്കാരോ ശത്രു വ്യൂഹമോ ഇങ്ങോട്ട് വരുമ്പോൾ അവരെയും കൊല്ലും. ഇവരുടെ കയ്യിൽ ചിലപ്പോൾ മെഷീൻ ഗണ്ണും കാണും. അപ്പോൾ മരിക്കുന്നവരുടെ എണ്ണം 1 2 അല്ല, 100 കണക്കിന് ആൾക്കാർ അവിടെ ഈ ഭീകരന്മാർ ചാവേറുകളില്ലേ, അതേ രീതിയിൽ തന്നെ കൊല്ലും. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീകര ചാവേർ ആക്രമണമാണ്. അതിപ്പോൾ റഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ നെഞ്ചത്തിട്ട് താളം പിടിക്കുകയാണ്. CPM-കാരൻ ഒരു ജില്ലാ സെക്രട്ടറി വാൺ ചെയ്തതുപോലെ റഷ്യയുടെ നെഞ്ചത്തിട്ട് താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യുക്രൈൻ ഇപ്പോൾ. അതുകൊണ്ടിപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇപ്പോൾ എന്തൊരു വലിയൊരു ആഘോഷം നടക്കുന്നുണ്ട്. ആ ആഘോഷത്തിൽ ഞങ്ങൾ ഡ്രോണാക്രമണം നടത്തരുതെന്ന് വീണ് പറഞ്ഞിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ. അവിടം വരെ എത്തിച്ചു റോബോട്ടിക് വാർഫെയർ. ഒരു രാജ്യത്തിൻ്റെ സഹായമില്ല, സ്വന്തമായി ഗവേഷണം നടത്തി. ഇതിൽ കുറച്ച് ഡ്രോൺസ് അവർ ഈയിടെ UAE-യിലും കൊടുത്തിരുന്നു. കാരണം ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് തടയാൻ വേണ്ടി എന്ന് വിചാരിച്ച് ഇറാൻ ഇത് ഇല്ലാതില്ല. ഇത് ആദ്യം ഉപയോഗിച്ചത്, യുക്രൈനും മുമ്പേ ഉപയോഗിച്ചത് ഇറാനാണ്. ഇറാൻ്റെ ഈ വാർ ഉപകരണത്തിൻ്റെ പേര് ഷഹാദ് 136 UAV എന്ന്, അൺഐഡൻറ്റിഫൈഡ് ഏറിയൽ വെഹിക്കിൾ എന്നാണ് അതിൻ്റെ പേര്. ആ വെഹിക്കിൾ ഉപയോഗിച്ച് ഷഹീദ് അല്ല, ഷഹാദ് എന്നാണ് അതിൻ്റെ പേര്. അതുപയോഗിച്ചാണ്, അവരുടെ മിസൈലിൻ്റെ പേരാണ് ഷഹീദ്, ഇത് ഷഹാദ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവരാക്രമണം നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഇനിയുള്ള യുദ്ധങ്ങളിലെല്ലാം മനുഷ്യൻ മരിക്കാത്ത യുദ്ധങ്ങളായിരിക്കും. പകരം യന്ത്രങ്ങൾ അവിടെയുള്ള ഇൻസ്റ്റലേഷനുകൾ, പട്ടാളമില്ലല്ലോ മറുവശത്തും, അപ്പോൾ ഇൻസ്റ്റലേഷനുകളെ പക്ഷേ പെട്രോളിയം സംഭരണശാലകളായിരിക്കാം, റിഫൈനറികളായിരിക്കാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആക്രമണം നടത്താൻ ശക്തമായിട്ടുള്ള റോബോട്ടുകളെ വികസിപ്പിച്ചുകൊണ്ട് വാർഫെയറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഘടനാപരമായിട്ടുള്ള ഒരു കടൽ മാറ്റം തന്നെ വരുത്തിയിരിക്കുക. അങ്ങനെയുള്ള യുദ്ധങ്ങളാണ് ഉണ്ടാകുന്നത്. മനുഷ്യക്കുരുതികൾ അവിടെ കുറയും. നമുക്കറിയാം റഷ്യക്ക് ജനസംഖ്യ കുറവാണ്, പട്ടാളക്കാർ കുറവാണ്. അവരാദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാഗ്നറെയാണ്. വാഗ്നറും പുടിൻ തമ്മിൽ വലിയ കൂട്ടുകെട്ടായിരുന്നു. അദ്ദേഹം വളരെ അറഗൻ്റായിട്ടുള്ളതും ഡാഷിങ് ആയിട്ടുള്ളതും അഗ്രസീവായിട്ടുള്ളതുമായിട്ടുള്ളൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ ശത്രു പാളയങ്ങളിലേക്ക് അതിശക്തമായിട്ടും ക്രൂരമായിട്ടും ദാക്ഷിണ്യമില്ലാതെ പട്ടാളക്കാരെ വിട്ട് അവരെ കൊല്ലുന്ന ഒരാളായിരുന്നു വാഗ്നർ. അങ്ങനെയായിരുന്നു അവർ യുദ്ധം ആദ്യം നടത്തിയിരുന്നത്. പക്ഷേ വാഗ്നറുമായിട്ട് പിന്നെ തെറ്റി പുടിൻ. ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ഒരു വിമാനാപകടത്തിൽ മരണം സംഭവിച്ചത്. അങ്ങനെ അത് അവസാനിച്ചു. നോർത്ത് കൊറിയയുടെ പട്ടാളങ്ങൾ ഇപ്പോൾ സഹായിക്കുന്നുണ്ട് റഷ്യയെ. നോർത്ത് കൊറിയ കമ്മ്യൂണിസ്റ്റ് രാജ്യം. അതുപോലെ തന്നെ ഇന്ത്യക്കാർ തൊഴിലില്ലാത്തവരവിടെ റഷ്യയിൽ തൊഴിലിന് പോയിട്ട് അവരെ പട്ടാളത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പട്ടാളത്തിൽ 4 പേര് മരിച്ചു കഴിഞ്ഞു ഇന്ത്യക്കാരായിട്ട്. ഈ മരിക്കുക മാത്രമല്ല, യുക്രൈൻ പട്ടാളക്കാർ അവരുടെ മുഖം വളരെ വികൃതമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് നിർത്തിവെക്കണമെന്ന് പുടിനോട് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവരെ കിട്ടില്ല. അപ്പോൾ അവർക്കും ഇത് വലിയൊരു പ്രശ്നമാണ്. ആ പട്ടാളക്കാരെ അവർക്ക് പണ്ട് 2ാം ലോക മഹായുദ്ധകാലത്ത് ശരിക്കും ഹിറ്റ്ലറെ തോൽപ്പിച്ചത് റഷ്യയുടെ ചെമ്പടയാണ്, റെഡ് ആർമിയാണ്, അവരുടെ വീര്യം.
എനിക്ക് തോന്നുന്നു മേജർ കുട്ടുസോവിൻ്റെ നേതൃത്വത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ധൈര്യമുള്ള പട്ടാളക്കാർ അവരാണ് ഈ യുദ്ധം ജയിച്ചത്. അമേരിക്ക പിന്നെ ഞങ്ങളാണെന്ന് വരുത്താൻ വേണ്ടി അന്നേ ഈ സ്വഭാവം അമേരിക്കയ്ക്കുണ്ട്. നാഗസാക്കിയിലും ഹിരോഷിമയിലും കൊണ്ട് ബോംബ് വർഷിച്ചുകൊണ്ട് ഞങ്ങളാണ് ജയിച്ചത്, യുദ്ധം ജയിച്ചത്, ഹിറ്റ്ലറെ തോൽപ്പിച്ചത് റഷ്യ തന്നെയാണ്, സംശയമൊന്നുമില്ല. ആ ചെമ്പടയുടെ പഴയ വീര്യമൊന്നും ഇപ്പോൾ അവർക്കില്ല. മറുവശത്ത് യുക്രൈൻ കാണിക്കുന്നത് നാസികളുടെ പോരാട്ട വീര്യം തന്നെയാണ്. അവരുടെ പ്രധാന ഉപദേഷ്ടാവായിട്ടുള്ള ആൾ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു നാസി പടയാളി തന്നെയാണ്. ആ വീര്യത്തോടു കൂടിയാണ് യുക്രൈൻ നേരിടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ലോകമഹാശക്തികളെ രണ്ട് ചെറിയ രാജ്യങ്ങൾ, അത്രയേറെ യുദ്ധശക്തികളല്ലാത്ത രാജ്യങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഇതിൽ യുക്രൈൻ അതിൻ്റെ റോബോട്ടിക് വാർഫെയറിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇസ്രായേലിനേക്കാൾ ഈ തരത്തിലുള്ള ഒരു വാർഫെയറിൽ അവർ മുന്നേറ്റം കാണിച്ചിരിക്കുന്നു. ഇസ്രായേലിന് അതിൻ്റെ ആവശ്യമില്ല, കാരണം അവരെ ഈ മിസൈൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പറ്റൂ. ഇത് തൊട്ടടുത്ത രാജ്യങ്ങളുമായിട്ടുള്ള കലാപത്തിൽ അവരവരുടെ ആർട്ടില്ലറിയെയും പട്ടാളക്കാരെയും ഉപയോഗിക്കുക തന്നെയാണ്. ഈ റോബോട്ടിക് ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നും 24 പേരെ ഗസയിൽ അവർ കൊന്നു. അതെല്ലാം ആളുകളെ വെച്ചുകൊണ്ട് തന്നെ അവർക്കത് ചെയ്യാൻ പറ്റുന്നു. മറുവശത്ത് ഇത് തന്ത്രപരമായ പ്രതിരോധം വലുതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ റഷ്യ അങ്ങനല്ല, റഷ്യ പ്രതിരോധിക്കും ശക്തമായിട്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ റോബോട്ടിലേക്ക് തിരിയേണ്ടി വന്നത്. അത് വളരെ വിജയകരമായിട്ട് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പറയാം എൻ്റെ കണക്ക്, 164 റോബോട്ട് ഉപയോഗിച്ചപ്പോൾ യുക്രൈന് 2300 പട്ടാളക്കാരുടെ സേവനത്തിന് തുല്യമായ സേവനം ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് 20 പട്ടാളക്കാരുടെ കരുത്തും ശക്തിയും കിട്ടുക. അപ്പോൾ 20 പട്ടാളക്കാരെ ബലി കഴിക്കേണ്ടി വരുന്നില്ല, അവർക്ക് ശമ്പളം പ്രത്യേകം കൊടുക്കേണ്ടി വരുന്നില്ല, ചാവുന്നില്ല ഇവരെ. അതുപോലെ തിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റും, റഷ്യക്കാണെങ്കിലും ഉക്രൈനാണെങ്കിലും. അപ്പോൾ അത്തരം ഒരു വാർഫെയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ദിവസങ്ങളോളം ഇവൻ കാത്തിരുന്ന് ശത്രുക്കൾ വരുന്നത് നോക്കി അവിടെ കാത്തിരിക്കും. നമ്മളെപ്പോലെ വാഷ്റൂമിലിടയ്ക്ക് പോകേണ്ട, ആഹാരം ഇടയ്ക്ക് കഴിക്കേണ്ട, അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുകയും വേണ്ട. അപ്പോൾ അത് വളരെ പ്രബലമായിട്ടുള്ള ഒരു ആധുനിക കാലത്ത് ഇനിയും വരാൻ പോകുന്ന യുദ്ധങ്ങളിലെ ഒരു തന്ത്രമാണ് ഉക്രൈൻ ഇപ്പം പരീക്ഷിച്ചിരിക്കുന്നത്. യുക്രൈൻ വാസ്തവത്തിൽ ഈ റോബോട്ടിക് വാർഫെയറിൻ്റെ പരീക്ഷണശാലയാണ്. ആ പരീക്ഷണശാലയ്ക്ക് പക്ഷേ അമേരിക്ക വൻതോതിൽ പണം ഇറക്കിയിട്ടുണ്ട്. ആ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അറിയുന്നത് ഏതാണ്ട് $240 ലക്ഷം ഈ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് യുക്രൈൻ കൊടുത്തിരിക്കുക. അതുപയോഗിച്ചാണ് റഷ്യയുടെ മേലിട്ട് ഈ താളം പിടിക്കുന്നത് യുക്രൈൻ ഇപ്പോൾ. അത് പക്ഷേ വളരെ വിജയകരമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക്. നമുക്ക് ആശ്വാസകരമായിട്ടൊരു വാർത്ത, ഇത്ര വലിയൊരു ഡിഫൻസ് യുക്രൈൻ നടത്തുന്നതുകൊണ്ട് ഉടനെ അവർ തമ്മിൽ അമേരിക്കയുടെ ഇടപെടലില്ലാതെ, മധ്യസ്ഥതയില്ലാതെ ഒരു പീസ് ചർച്ച, സമാധാന ചർച്ച നടത്തുകയും ഒരു ഉടമ്പടിയിലേർക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ദോഷം വരുന്നത് സെലൻസ്കിക്കാണ്. ഈ കാലം അത്രയും ഒരു തെരഞ്ഞെടുപ്പ് പോലും നടക്കാതെ ഏകാധിപതിയായിരുന്ന ആളാണ്. ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കണമെന്നുമില്ല. കാരണം 2ാം ലോക മഹായുദ്ധം ജയിച്ചു കഴിഞ്ഞ് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടനിൽ തോൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയും സംഭവിച്ചു കൂടുന്നില്ല. റഷ്യയുടെ വലിയൊരു ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എന്തായാലും അവിടെ ഒരു സമാധാനത്തിൻ്റെ ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ്റെ കാര്യത്തിലും അതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ട്രംപ് പറയാൻ തുടങ്ങിയിരിക്കുന്നു, അതായത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തകർക്കായിരുന്നു ഇറാന്, ഞങ്ങൾ തകർക്കാത്തത്, അവിടെ സമാധാനപ്രിയരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, ഞങ്ങൾ ഡീൽ ഒപ്പിടാൻ പോവുകയാണ്. പക്ഷേ അമേരിക്കയുടെ തന്നെ CNN ന്യൂസ് ഏജൻസി പറഞ്ഞിട്ടുണ്ട്, ചുമ്മാതാണ്, ഇതിനകത്ത് ഒരു ന്യൂക്ലിയർ ഡീലും ഇല്ല, ഇയാൾ വെറുതെ പൊങ്ങച്ചം നടന്നുകൊണ്ട് പോയി. അതിന് CNN ഇനി പറയാനൊന്നുമില്ലാത്ത ശകാരവർഷം ട്രംപ് കഴിഞ്ഞ ദിവസം, ഇത് പൊട്ട ചാനലാണ്, ഇതിൻ്റെ അവരുടെ റേറ്റിംഗ് വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് അദ്ദേഹം ഒരു മാധ്യമത്തെയും ഒരു രാഷ്ട്രമേധാവിയും വിമർശിക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ, കള്ളപത്രമാണ്, കള്ളവാർത്ത എഴുതുന്ന പത്രമാണ് എന്നൊക്കെ പറഞ്ഞ്. CNN അങ്ങനൊന്നുമില്ല, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ നെറ്റ്വർക്ക് ലോകമെമ്പാടുമുള്ള ഒരു ഏജൻസിയാണ്. അവർ തമ്മിലിപ്പോൾ തെറ്റിയിരിക്കുന്നു എന്നുള്ളതുമാണ് കഴിഞ്ഞ ആഴ്ചത്തെ അവിടുത്തെ അന്തർരാഷ്ട്രീയ
പരഫലം. അതായത് ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു രാജ്യത്തിനും യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത യുദ്ധം വാസ്തവത്തിൽ ഇപ്പൊ നടക്കുന്ന പിച്ചെന്നുള്ളൂ. ഇത് ഒരു പരിധിക്ക് അപ്പുറം അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പറഞ്ഞത് അത് തുടർന്നുകൊണ്ടേയിരിക്കും, അതിന് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. സ്കൂൾ കുട്ടികളെ അപ്പോ ഈ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു സാങ്കേതിക വിദ്യയുടെ ഒക്കെ ഒരു കടന്നുവരവ് അതൊക്കെ വളരെ വലുതാണ്. റോബോട്ടിക്സിന്റെ ഒരു പ്രാധാന്യം ഇതെടുത്ത്. അപ്പൊ ഇനി വരും വർഷങ്ങളിലും ഈ പറഞ്ഞതുപോലെ ഇനി യുദ്ധമുഖത്ത് മനുഷ്യരായിരിക്കില്ല. അതെ, ഇനി പൂർണ്ണമായിട്ടും ഒരു റോബോട്ടിക് സംവിധാനങ്ങൾ മനുഷ്യത്വമില്ലാത്ത യന്ത്രങ്ങളായിരിക്കും അവിടെ. അത് ഒരു തരത്തിൽ നമുക്ക് ഈ പട്ടാളക്കാരുടെ ജീവൻ രക്ഷിക്കാന്നൊരു ഗുണം. പക്ഷേ ഈ പറയുന്ന പോലെ ഇതൊക്കെ ഏതൊക്കെ അപകടമാകുന്ന തരത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതും വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ്. റോബോട്ട്സ് എല്ലാം കൂടെ കൂടി മനുഷ്യരെ യുദ്ധം ചെയ്ത് കാരണം അങ്ങനത്തെ പല സിനിമകളുണ്ട്. കാരണം ഈ ഒരു റോബോട്ടൊക്കെ തന്നെ മനുഷ്യനെ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ആൻഡ്രോയിഡ് സിനിമ അങ്ങനെ തന്നെ. അതെ, അപ്പോൾ ഈ ടെക്നോളജി വളരുന്നത് അതിന് ഒരു തരത്തിൽ ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് നല്ല വശമുണ്ട്, എന്നാൽ മറു സൈഡ് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചീത്തവശങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ഇനി നമുക്ക് നോക്കാം വരും വർഷങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെയായിരിക്കും ഇനി യുദ്ധം. മറുപടി പറയുന്നത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളവർ പറയുന്നത് യന്ത്രത്തിന് അടിമയാകരുത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള മനുഷ്യൻ യന്ത്രത്തിന് അടിമയാകരുത്, മനുഷ്യൻ്റെ അടിമയായിട്ടിരിക്കണം യന്ത്രം എന്നുള്ളതാണ്. ആ രീതിയിൽ വേണം. എന്നാൽ ശാസ്ത്രജ്ഞന്മാരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നരകമായിരിക്കും ഭൂമിയിലുണ്ടാവുക. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ.